നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ദിനംപ്രതി കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത്തരം ഭീതിയിലായിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതാ ആശ്വാസ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ തിരികെ പോകാൻ മടിക്കുകയാണ് പ്രവാസികൾ. ഇത്തരത്തിൽ പ്രവാസികൾ മടിക്കുന്നത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ മാത്രമല്ല, നാട്ടിലെത്തിയാൽ നേരിടുന്ന അവഗണനകൾ ദിനംപ്രതി കാണുന്നത് കൊണ്ട് തന്നെ. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതോടെ വന്ദേ ഭാരത് ചാർട്ടേഡ് വിമാനങ്ങൾ തിരക്കൊഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ കോവിഡ് വ്യാപനം മാത്രമല്ല, നാട്ടിലേക്ക് പോയാൽ ഇനി എന്ന് തിരിച്ചു വരാനാകും എന്ന ഭീതിയും ഒരു കാരണമായി തന്നെ പ്രവാസികൾ കിടക്കുന്നുണ്ട്. പ്രവാസികൾക്ക് ഇന്ത്യയിൽ 28 ദിവസമാണ് ക്വാറന്റൈൻ കാലാവധി നൽകിയിട്ടുള്ളത്. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിക്കാനുള്ള കാലതാമസവുമെല്ലാം പഴയ തിരക്കിൽ കുറവ് വരുത്തുകയും ചെയ്തു. പല വിമാനങ്ങളും ആളില്ലാത്തതിനാൽ റദ്ദാക്കുകയും ചെയ്തു. യുഎഇയിലാണ് പ്രധാനമായും വിമാനങ്ങളിൽ യാത്രക്കാർ കുറഞ്ഞത്. ആഴ്ചയിൽ 2-3 സർവീസുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഗൾഫിൽ പലയിടത്തും പ്രഖ്യാപിച്ച ചാർട്ടേഡ് സർവീസിൽ നിന്ന് പലരും പിൻവാങ്ങുകയും ചെയ്തു. പഴയ തിരക്കൊഴിഞ്ഞതോടെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലുണ്ടായിരുന്ന വന്ദേ ഭാരത് ഹെൽപ്പ് ഡെസ്കുകളും തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു. കോൺസുലേറ്റ് ജീവനക്കാർ നേരിട്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത് യാത്രയ്ക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് വിമാനങ്ങൾ മുഴുവൻ സീറ്റുകളും നിറഞ്ഞാണ് പറക്കുന്നതെന്ന് എയർ ഇന്ത്യ അവകാശപ്പെട്ടു. നേരത്തെ വിമാനത്തിൽ ഒരു സീറ്റെങ്കിലും കിട്ടാൻ കഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പല ഗൾഫ് രാജ്യങ്ങളിലും പഴയ തിരക്കില്ല. ആളെ കിട്ടാൻ വിമാനം ചാർട്ടേഡ് ചെയ്ത സംഘടനകളും ട്രാവൽ ഏജൻസികളും എല്ലാം ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.